നിർബന്ധിത മതപരിവർത്തനം തടയാനൊരു നിയമം തമിഴ്നാട്ടിലുള്ളതുപോലെ, ഹിമാചലിലുള്ളതുപോലെ, ഗുജറാത്തിലും രാജസ്ഥാനിലും ഉള്ളതുപോലെ ഫോഴ്സ്ഡ് ആൻഡ് ഫ്രോഡുലന്റ് കൺവേർഷൻസ് തടയാനൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ, പ്രോപ്പർ വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. ഞാൻ പറയട്ടെ, അദ്ദേഹം ചോദിച്ചു DGP ഇങ്ങനെ 4000 ആളുകളുടെ കൺവേർഷൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ വരുന്നെങ്കിൽ എൻ്റെ സമുദായത്തെക്കുറിച്ച് അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേസ് കൊടുക്കുന്നു. അദ്ദേഹം എന്തുകൊണ്ട് മറ്റൊരു സമുദായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേസിന് പോയില്ല? അദ്ദേഹം അടിയുറച്ചൊരു സെക്യുലറിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ. ഞാൻ ചോദിക്കട്ടെ ഉമർ, കേരളത്തിൽ അങ്ങനെ മുസ്ലിം സമുദായം ഒരു ഒറ്റപ്പെടലിന്റെ ഭീഷണി അനുഭവിക്കുന്നു? കേരളത്തിൽ കുറച്ച് പരിധി വരെ വ്യത്യസ്തമാണ്. പക്ഷെ ഉത്തരേന്ത്യയിൽ നോക്കിയാൽ ദലിതരെക്കാൾ താഴെയാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ. കേരളത്തിൽ പോലും ഒരു വിഭാഗം ഇവിടുത്തെ ഏറ്റവും സമ്പന്നരായ, ഏറ്റവും ധനമുള്ള CPM-ഉം കോൺഗ്രസും BJP ഒരുമിച്ച് പറയുന്ന മുസ്ലിം ലീഗാ ഭരിക്കുന്നതെന്ന്. അത് മുസ്ലിം ആയിട്ടല്ല, കാര്യം നമുക്ക് വ്യത്യാസം. ഒരു പ്രധാന ഇപ്പൊ വിവേകാനന്ദനോട് ഒരിക്കലും ഒരാൾ വന്ന് അദ്ദേഹം ഫോറമിലൊക്കെ പ്രസംഗിച്ചപ്പോൾ സ്വാമിജി ഒരു ക്രിസ്ത്യൻ സഹോദരനാണ്, വന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഹിന്ദു ആവണം. വിവേകാനന്ദൻ പുള്ളിയോട് പറഞ്ഞു നീ നല്ലൊരു ക്രിസ്ത്യാനിയാവും, നീ നല്ലൊരു ക്രിസ്ത്യാനിയും വേറൊരു നല്ല മുസ്ലിമും നല്ല ഹിന്ദു ആയാൽ മതി, അതിലൂടെ നീ നല്ല മനുഷ്യനും ദൈവത്തിന് പ്രിയപ്പെട്ടവനും ആവുന്നതാണ്. രണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫോഴ്സ്ഡോ അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ വൈസുള്ള കൺവേർഷൻസ് ഒരു സെക്കുലർ ഫാബ്രിക് നമ്മുടെ തകർക്കില്ലേ? എല്ലാവരും വേണം. അപ്പൊ എല്ലാവരും വേണമെങ്കിൽ എന്ത് വേണം? പരസ്പരം ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്ത് നിൽക്കണം, അതല്ലേ പറ്റൂ. ഞാനിവിടെ ഈ രാഹുൽ ഈശ്വരനോട് വളരെയേറെ സ്നേഹത്തോടെ നമ്മൾ പറയണം, നമ്മൾ ഒരു കാലത്ത് ഈഴവർക്ക് മാത്രം അമ്പലം ഉണ്ടാക്കിയത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? നായന്മാരുടെ അമ്പലത്തെ അവർ കയറ്റാത്തതുകൊണ്ട്. അപ്പൊ ഈ അമ്പലങ്ങൾ എല്ലാവർക്കും ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഫാദറിന്റെ പോയിന്റ് തന്നെ. ഈഴവർക്ക് ചില അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഉള്ളത്, പക്ഷെ ശബരിമല എടുക്കും, എല്ലാ ജാതിക്കാർക്കും ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രവേശനമില്ലേ? അപ്പം വ്യത്യസ്തത അന്നുകൊണ്ട് ഇന്നും അതുപോലെ ഒരുപാട് കയറാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു തന്നെയാണ് തെറ്റിദ്ധാരണ. ശബരിമലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളാ വരുന്നത്, 50 വയസ്സിന് മേലുള്ളവരും 10 വയസ്സിൽ താഴെയും യുവതികൾക്കാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഹാഫ് ബേക്ക്ഡ് ധാരണകൾ ഫാദറിന്റെ അല്ല, ഒരുപാട് പേർക്ക് സമൂഹത്തിലുണ്ട്. രണ്ട്, ഒരിക്കലും ഇന്ത്യക്കാര് ധർമ്മത്തെ കൺസ്യൂമർ ഗുഡ് പോലെയോ ഒരു ഓർഗനൈസേഷൻ പോലെയോ അല്ല കാണുന്നത്. നമ്മൾ കാണുന്നത് മതത്തെ ഒരു സംസ്കാരമായിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹിന്ദു വന്നപ്പോഴും അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നപ്പോഴും മുസ്ലിം വന്നപ്പോഴും ബഹുമാനിക്കുന്നത്. ആരോടും ഇങ്ങോട്ട് ചേരാനല്ല പറഞ്ഞത്. ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടല്ലേ ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റി ജീവിക്കാൻ പറ്റൂ. തരം കിട്ടിയാൽ നീ ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെന്ന്. തീർച്ചയായിട്ടും ഹിന്ദു സമുദായം കേരളത്തിൽ ഇത്രയും സെക്യുലർ ആയതുകൊണ്ട് കൊണ്ടാണ് BJP-ക്ക് പോലും ഇവിടെ കേരളത്തിൽ ഒരു പിന്തുണ കിട്ടാത്തത്. അവർ സത്യമല്ലേ? വളരെ പറഞ്ഞത് നമ്മളിപ്പോ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, നിർബന്ധ മതപരിവർത്തനത്തിന് നമ്മളെല്ലാവരും ഈക്വലി ഒപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കും ദീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, അത്രയും പറയുന്നുള്ളൂ. അല്ലാതെ എല്ലാവരും ഇതാവണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ, എർസാറ്റ്സ് ന്യൂസ്, ശരിയായ വാർത്തകൾ അല്ലാത്ത കൃത്രിമ വാർത്തകൾ അതിനെ തകർക്കുന്നു. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയത്തിൽ നിന്ന് നമ്മുടെ സമൂഹം മുക്തമായിരിക്കണം. അതിന് എനിക്ക് തോന്നുന്നത് പിന്നെ രാഹുലിനൊപ്പമുള്ള ആളുകൾക്ക് വലിയ ദൗത്യമുണ്ട്, കൂടുതൽ വലിയ ദൗത്യമുണ്ട്. അപ്പൊ അവരത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നടക്കും. ഇത്തരത്തിലുള്ള വാർത്തകളെ അദ്ദേഹത്തെ പോലുള്ളവർ വിശ്വസിക്കുന്നതിന് ഏറ്റവും വലിയ തകരാറെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ മാധ്യമങ്ങളെ ബ്ലൈൻഡായി കുറ്റം പറയുമ്പോൾ 2-3 കാര്യങ്ങൾ. ഏത് മാധ്യമങ്ങളാണ്? ചന്ദ്രികയാണോ, തേജസ്സാണോ, മാധ്യമമാണോ, ഏത് പത്രങ്ങളാണ് ഈ വാർത്ത കൊടുക്കുന്നത്? ഏത് മാധ്യമങ്ങളെ അദ്ദേഹം പറയും? അപ്പൊ ഇതൊരു ഇരവാദത്തിന്റെ തുടക്കമാണ്. അതായത് പറയുന്നുണ്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാവരസ്വാമി എവിടെ പറയും? അങ്ങനെയാണെങ്കിൽ അബ്ദുൽ കലാമിനെ എവിടെ പറയും? മൗലാന അബ്ദുൽ കലാം ആസാദിനെ എവിടെ പറയും? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എല്ലാ മുസ്ലിങ്ങളും വേട്ടയാടപ്പെടുന്നവരാണെന്നും പറയുന്നത്. എല്ലാ ഹിന്ദുക്കളും ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് ഈ സെയിം ആർഗ്യുമെന്റ് ആണ്. പക്ഷേ ഇതിന്റെ ബേസ് ഇങ്ങനെ മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതിന്റെ പ്രപ്പോർഷൻ എനോർമസ് ആണ്. അതിന്റെ തെളിവുകളല്ലേ ഉമ്മൻചാണ്ടി സാറിന്റെ. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു യുവാവിനെയോ ക്രിസ്ത്യൻ യുവാവിനെയോ വിവാഹം കഴിച്ചാൽ പിന്നെ ആ കുട്ടിക്ക് ആ സമുദായത്തിൽ ആ നാട്ടിൽ പോലും തുടരാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ട് പല കേന്ദ്രങ്ങളിലെങ്കിലും. അങ്ങനെ തുടരുന്ന അത് എല്ലാ സമുദായത്തിലും ഉണ്ട്. ഉദാഹരണം എനിക്കറിയാം, ഹിന്ദു ഒരു കുട്ടി മുസ്ലിം കുട്ടി ആയതിനു ശേഷം പിന്നെ ആ നാട്ടിലേക്കും വീട്ടിലേക്കും പോകാൻ പറ്റില്ല. അത് ഓരോരുത്തരും മതത്തിന്. അദ്ദേഹം ചോദിച്ചത് ഒരു മുസ്ലിം കുട്ടി ഒരാളെ കല്യാണം കഴിച്ചാൽ വീണ്ടും മുസ്ലിം മത പരിവർത്തനമൊന്നും ചെയ്യണ്ട, എന്നാൽ പോലും ആ കുട്ടിക്ക് അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നാണ്. ഈ അക്സെപ്റ്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ സോഷ്യോളജി പഠിച്ചാണ്, എത്ര ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല, ഞാൻ പറയുമ്പോൾ അങ്ങയുടെ പോയിന്റിനോട് എനിക്ക് 1% പോലും വിയോജിപ്പില്ല. പക്ഷെ അവ മിശ്ര വിവാഹങ്ങളാവണം. മിശ്ര വിവാഹമാണെങ്കിൽ എന്താവണം? ഹിന്ദുവും മുസ്ലിമും തമ്മിലാവണം, അല്ലെങ്കിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലാവണം. മിശ്ര വിവാഹം വേണമെങ്കിൽ 2 മതങ്ങൾ വേണം, ഒരു മതം അല്ല മിശ്ര വിവാഹം. അപ്പോൾ ഈ കൺവേർഷൻ എന്നുള്ള അജണ്ടയാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മതപരിവർത്തനത്തെ ആരും എതിർക്കുന്നില്ല.
പക്ഷേ എതിർക്കുന്നവരുണ്ട്, ഹിന്ദു ഫെനറ്റിക്സ് ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മതപരിവർത്തനം തടയാൻ എന്തുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനം അല്ലാത്ത അതിനിടയിൽ ഒരു അതിര് വരക്കുക ഒരിക്കലും അവിടെയാണ് പ്രശ്നം. രാഹുൽ മതം മാറുന്നു അല്ലെങ്കിൽ ആരെങ്കിലും മതം മാറുന്നു വെക്കുക, അതെങ്ങനെ നിർബന്ധിത മതപരിവർത്തനം എന്നൊരു സങ്കല്പം ഉണ്ടെന്ന് അംഗീകരിക്കുന്നു. സങ്കല്പമുണ്ട്, പക്ഷേ അപ്പൊ അതിനെ എന്തുകൊണ്ട് നമുക്ക് നിരോധിച്ചൂടാ? തീർച്ചയായും നിരോധിക്കാം. അതെ, കുട്ടികളെ കാറ് കയറ്റി താലിബാന്റെ CD ആണ് ഇട്ട് കാണിക്കുന്നത്. താലിബാന്റെ CD എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞത് തെറ്റാ. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന നടത്തിയ പരേഡാണ് നമ്മൾ പറയാറുണ്ട്. ഒറ്റ ചോദ്യം, പ്രണയിക്കുന്ന ഒരാൾ രാഷ്ട്രീയ സംഘടനയുടെ CD ഇട്ട് കാണിക്കുന്നത് എന്തിനാണ്? എന്ത് ഉദ്ദേശത്തിലാണ് BA പ്രണയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ സംഘടനയുടെ CD ഇട്ട് കാണിക്കുന്നത്? അല്ല, ഇത് അത്ര വിശുദ്ധ സംഘടനയൊന്നും അല്ല. അത് വേറെ വിഷയം. ഞാൻ ചോദിച്ചത്, ഞാനൊരു ഹിന്ദുവോ മുസ്ലിം കുട്ടിയെ പ്രണയിക്കുന്നതിരിക്കട്ടെ, പക്ഷെ ഞാൻ പ്രണയിച്ചു കഴിയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഹിന്ദു സംഘടനയുടെ CD ആണോ ഇട്ട് കാണിക്കുന്നത്? അവളെ പ്രണയിക്കുന്ന സിനിമ. അപ്പൊ ഇത് കാണുന്ന ഓരോ വ്യക്തി ആലോചിക്കണം, പ്രണയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ സംഘടനയുടെ CD ഇട്ട് കാണിക്കുന്നതിന്റെ പിന്നിൽ പ്രണയമല്ല, എല്ലാവരും നന്മയിലേക്ക് കൺവേർട്ടഡ് ആവുകയാണ്. ഈ മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം നന്മയാണെന്നും അത് ഉയർത്തിപ്പിടിച്ചാൽ പിന്നെ എന്തിനാ കൺവേർഷൻ? ഇത്രയും ക്രിസ്ത്യാനി പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും ആകർഷിക്കാൻ മുസ്ലിം യുവാക്കൾക്ക് കഴിയുമെങ്കിൽ അതിനകത്ത് പിന്നിൽ സാമ്പത്തികമുണ്ടോ? ഈ പറഞ്ഞ പോലെ കോടികൾ ഒഴുകുന്നു. സാമ്പത്തികവും ഷഹീൻ ഫോഴ്സും ചില സംഘടനകളും ഉണ്ടെന്നാണ് കോടതി പരാമർശം. എനിക്കറിയില്ല, കോടതിയുടെ വിധി ഫുള്ളും വായിച്ചിട്ട് ഞാൻ പറയുകയാണ്. 2, ശശിധരൻ നമ്പ്യാസാറിന്റെ വിധി 3 വരി മാത്രമേ. കേരള സമൂഹത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളും അത്രയ്ക്ക് വൾണറബിൾ ആയി മാറി. ഇതിനൊരു അജണ്ട ഇല്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ദീപാചാര്യ മാറി? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രത്യേക ഇപ്പം ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന ആളുടെ കൂടെ ഉള്ള ഒരു മണി മാറി? അപ്പൊ ഇത് ഞാൻ അല്ലെങ്കിൽ ഗാന്ധിയുടെ മകൻ എന്തുകൊണ്ട് മാറി? അപ്പൊ ഞാൻ പറയുന്നത് ഇത് കണ്ണടച്ചിരുട്ടാക്കി. ഇസ്ലാമിലേക്ക് എന്ത്? കാരണം ഈ അടുത്ത് ഹിന്ദുവിൽ കഴിഞ്ഞ 8-ാം തീയതിയാണ് ഹിന്ദുവിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, മുസ്ലിം ആണെന്ന പേര് കേട്ടാൽ ഡൽഹിയിൽ വീട് കിട്ടാനില്ല, ബാംഗ്ലൂരിൽ വീട് കിട്ടാനില്ല. ഹിന്ദുവിൽ ഒരു ഫുൾ കോളായിരുന്നു. ഒരു കാര്യം കൂടെ, അങ്ങനെയാണെങ്കിൽ 80% ഹിന്ദുക്കളുള്ള നാട്ടിൽ സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും അമീർ ഖാനും അടക്കമുള്ള ഖാൻമാർ വാഴുമായിരുന്നു. അപ്പൊ ഈ നാടിന് എന്നും ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ട്, അത് എല്ലാവർക്കും വേണം. 2, എല്ലാ മതങ്ങൾക്കും അടിസ്ഥാനപരമായ നന്മയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാം തൗഹീദ് എന്ന് പറയുന്നതിനെ വേറെ ആൾക്കാർ തത്വമസി എന്ന് പറയുന്നു. ഈ മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം നന്മയാണെന്നും അത് ഉയർത്തിപ്പിടിച്ചാൽ പിന്നെ എന്തിനാ കൺവേർഷൻ? ഒരു മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വേറൊരു മതത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് മാറുകയാ. അല്ല, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കോളംസിൽ നിന്ന് ഈ മതങ്ങളടക്കമുള്ള കോളംസ് മാറ്റിക്കൂടാ? ചിന്തിക്കാവുന്ന വിഷയമാണ്. അപ്പൊ ഈ മതം എന്നൊരു ഐഡന്റിറ്റി, ആത്മീയതയല്ല, സോഷ്യൽ ഐഡന്റിറ്റി ഇല്ലാതായാലും ഈ പ്രശ്നം തീരും. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും, സെക്കുലറായ ആൾക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കൺവേർഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവേർഷൻ വേണ്ട. അതുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാകില്ലേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ച് നോക്കൂ, A എന്നൊരു സമൂഹത്തിൽ നിന്ന് B എന്ന സമൂഹത്തിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ ഹിന്ദുവിലേക്ക് മാറ്റുന്നു. ഉടനെ അവിടെ എന്തായി? കണ്ടോ, നമ്മുടെ ഒരാളെ അവൻ അടിച്ചുകൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ ഒരു വല ഇവൾ അടിച്ചുകൊണ്ടുപോയി. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഈ ഐഡന്റിറ്റി ക്ലാഷേ ഇല്ലാതാക്കാൻ ഒന്നെങ്കിൽ ആ കോളം മാറ്റുക, മതം ഏതായാലും മെൻഷൻ നന്നായാൽ മതി. പക്ഷേ അതിന്റെ പേരിൽ കുറച്ച് കാശ് വെച്ച് ഫണ്ട് ചെയ്ത് മതം കൂടെ മാറ്റിക്കളയാന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഇരട്ടത്താപ്പാണ്. എനിക്ക് ഇസ്ലാമിനോട് തികഞ്ഞ ബഹുമാനമാണ്. ഒരിക്കലും ഒരു പെന്തക്കോസ്തുകാരനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പുള്ളിയോട് പറഞ്ഞാൽ താങ്കൾ ക്രിസ്തു വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവൻ പുള്ളി പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അയ്യപ്പനിലും രാമനിലും വിശ്വസിക്കുന്നുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് സെമിറ്റിക് മതങ്ങൾക്കില്ല. അവിടെയാണ് പ്രശ്നം. ശ്രീരാമനൊക്കെ മഹാപുരുഷൻ തന്നെയായിരുന്നു, വളരെ മഹാപുരുഷനെ. പക്ഷെ മുഹമ്മദ് നബിയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, അതുപോലെ തന്നെ ശ്രീരാമനെ ഞങ്ങൾ ആരാധിക്കില്ല. ഞങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. ഹിന്ദു മതത്തിലുള്ള മോക്ഷമാർഗം ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഹിന്ദു മതത്തിന് യഥാർത്ഥ സത്യം എന്തായിരുന്നു? ഏകദൈവവിശ്വാസമായിരുന്നു. യഥാർത്ഥ ദൈവം ഒന്നേ ഉള്ളൂ, അതേ വേറെ പേരുകളിൽ വിളിക്കുകയാണ്, അല്ലാന്നും അയ്യപ്പനും യഹോവയെന്നും എല്ലാം ആണെങ്കിൽ എന്തിനാ കൺവേർട്ട് ചെയ്യും? എല്ലാ മതങ്ങളിലും നല്ല വിഷയമുണ്ടെന്ന് രാഹുൽ പറയുമ്പോൾ ഈ സെമിറ്റിക് സ്വഭാവത്തെയും കൂടി, അത് നമ്മുടെ ഇവിടുത്തെ ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുന്ന അബോധ മനസ്സാണ്. അത് നമ്മൾ ഫാദറും അദ്ദേഹവും കാസ്റ്റീസത്തെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ സ്വാഗതമാണ് ചെയ്തത്. കാര്യം എന്തുകൊണ്ടാ? വേണമെങ്കിൽ എനിക്ക് പറയാം, അങ്ങനെ മറ്റൊരു മതത്തെ ശരിയല്ല. പക്ഷെ അദ്ദേഹം പറയുന്ന സത്യമായ ഒരു പോയിന്റാണ്. അതേപോലെ ഞങ്ങളുടെ മതത്തിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ എന്ന് പറയുന്ന സങ്കുച ചിന്തയാണ് ലോകത്തിലെ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം. ആ ചിന്ത മാറുകയും അയ്യപ്പനെയും അള്ളാവിനെയും രാമനെയും കൃഷ്ണനെയും ക്രിസ്തുവിനെയും വേറെ വേറെ ഒരേ സത്യത്തിന്റെ പേരാണെന്ന് കരുതുമ്പോൾ ഈ ചിന്ത മാറുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ ഭാരതത്തിന് ഒരു വിശാല മനസ്കതയുള്ളത്.
ആ വിശാല മനസ്കത കളയുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് അത് കണ്ണടച്ചിരുട്ടാക്കരുത്. ഒരു വരിയും കൂടെ, ഹിന്ദു വർഗീയവാദികൾ എന്ന ആൾക്കാരുണ്ട്, ഞാൻ കൃത്യം നല്ല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത്തരം വർഗീയവാദികളും തീവ്രവാദികളും ഈ ഹിന്ദു മെജോറിറ്റിയുടെ ഇൻസെക്യൂരിറ്റി മുതലെടുത്ത് ഇവിടെ വർഗീയത വളർത്തുകയേ ഉള്ളൂ ഈ നിർബന്ധിത മതപരിവർത്തനം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഒരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വരികയാണെങ്കിൽ എല്ലാവർക്കും വെരിഫൈ ചെയ്യാം, ഇവൻ ടെസ്റ്റിമണിയലാണോ, ഇവൻ ഇതുകൊണ്ടാണോ മാറുന്നത്. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അത് വന്നാൽ ഇതിന്റെ പകുതി പ്രശ്നങ്ങൾ തീരും.